ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവന് വലിയ നേട്ടങ്ങളാണ് അല്ലാഹു തആല നൽകുന്നത്. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളിഖിൻ മഖറജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയാൽ, ഇസ്തിഗ്ഫാറിനെ ആരെങ്കിലും പതിവാക്കിയാൽ അല്ലാഹു തആല അവന്റെ വിഷമസന്ധികളിൽ നിന്ന് പരിഹാരത്തിന്റെ മോചനത്തിന്റെ മാർഗം തുറന്നു കൊടുക്കുന്നതാണ്. അവന്റെ എല്ലാ ടെൻഷനുകളിൽ നിന്നും അല്ലാഹു തആല അവന് എളുപ്പം ചെയ്തു കൊടുക്കുന്നതാണ്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ ഉപജീവനം നൽകുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലയോ ജനങ്ങളെ, തൂബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത മർറ. കാരണം ഒരു ദിവസത്തിൽ ഞാൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പാപസുരക്ഷിതനായ പ്രവാചകൻ, ചെറുതും വലുതുമായ ഒരു പാപവും ചെയ്യാതെ അല്ലാഹു മറസത്തിച്ച പ്രവാചകൻ, ആരാധനകൾ കൊണ്ട് രാത്രികളുടെ യാമങ്ങളെ സജീവമാക്കിയ ലോകനായകൻ, റമളാന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായി സജ്ജനായിക്കൊണ്ട് ഇബാദത്തിൽ മുഴുകിയ ലോകത്തിന്റെ നായകൻ, ഈ ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞ ഹബീബ്, ഇബാദത്ത് ചെയ്ത് പാദം കാലിൽ പോലും നീര് പിടിച്ച ഹബീബ്, ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയത് ഹബീബായ തങ്ങൾക്ക് പാപമുള്ളത് കൊണ്ടല്ല, ഹബീബായ തങ്ങൾ പാപം ചെയ്തു പോയത് കൊണ്ടല്ല. ഒരു ദിവസം 100 ഇസ്തിഗ്ഫാറുകൾ ചെയ്തുകൊണ്ട് പാപികളായ തന്റെ ഉമ്മത്തിനെ മാതൃക പഠിപ്പിക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന് പാപമില്ല, അവിടുന്ന് പാപ സുരക്ഷിതനാണ്. എന്നിട്ട് പോലും ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ എന്തിനാണ്? പാപികളായ ഒരു ഉമ്മത്തിനെ കൊണ്ട് ആ ഉമ്മത്ത് ഇതുപോലെ ചെയ്യണം എന്ന മാതൃകയാണ്. ഈ ഉമ്മത്ത് രക്ഷപ്പെടണമെന്ന് അവിടുത്തെ ഇവിടെ ആഗ്രഹമാണ്. പക്ഷേ പാപമില്ലാത്ത ഹബീബ് ചൊല്ലിയ 100 ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്ന ഈ